പ്രിയ സുഹൃത്തുക്കളെ, ബോധിവഴികളിലേക്ക് സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ചില മനുഷ്യബന്ധങ്ങൾ നമ്മളെ വളർത്തുന്നത്, മറ്റു ചിലത് നമ്മളെ തളർത്തുന്നത് എന്ന്? സ്നേഹത്തോടെ കൂടെ നിൽക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ചിലർ എങ്ങനെയാണ് നമ്മുടെ സന്തോഷവും സമാധാനവും കവർന്നെടുക്കുന്നത്? ജീവിതത്തിൽ നമ്മൾ ആരെ കൂടെ നിർത്തുന്നു എന്നത് ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനമാണ്. ആ തിരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്ന ഒരു ചെറിയ പിഴവുപോലും നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ വേട്ടയാടിയേക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അത്തരമൊരു വിഷയത്തെക്കുറിച്ചാണ്. സാക്ഷാൽ ആചാര്യ ചാണക്യന്റെ കാലാതീതമായ ജ്ഞാനത്തിൽ നിന്നും നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ കഴിവുള്ള 7 തരം മനുഷ്യരെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് തിരിച്ചറിയാൻ പോകുന്നത്. ഇത് സ്ത്രീയാകാം, പുരുഷനാകാം. ചാണക്യന്റെ ഓരോ വാക്കുകളും അനുഭവങ്ങളുടെ തീച്ചൂളയിൽ വാർത്തെടുത്തനാണ്. അതൊരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമ്മളെ സഹായിക്കും. ഈ 7 തരം ആളുകളിൽ ആരെങ്കിലും ഒരാൾ, ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തായി, പങ്കാളിയായി, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം നിങ്ങളറിയാതെ തന്നെ ഒരു വിഷവൃത്തത്തിൽ അകപ്പെട്ടിരിക്കാം. അതിൽ നിന്ന് പുറത്തുവരാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരികെ കയ്യിലെടുക്കാനും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. അതുകൊണ്ട് ഒട്ടും ഒഴിവാക്കാതെ അവസാനം വരെ കാണുക. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനത്തേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. അപ്പോൾ ആരാണ് ആ 7 തരം മനുഷ്യർ? ചാണക്യന്റെ കണ്ണുകളിലൂടെ നമുക്ക് അവരെ തിരിച്ചറിയാൻ ശ്രമിക്കാം. ഒന്നാമതായി, മുഖത്ത് തേൻ പുരട്ടി ഹൃദയത്തിൽ വിഷമൊളിപ്പിച്ചവർ. ആചാര്യ ചാണക്യന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ശ്ലോകം ഇവിടെ തുടങ്ങുന്നു. പരോക്ഷേ കാര്യഹന്താരം പ്രത്യക്ഷേ പ്രിയവാദിനം വർജയേ താദൃശം മിത്രം വിഷകുംഭം പയോമുഖം. ഈ ശ്ലോകത്തിന്റെ അർത്ഥം വളരെ ലളിതവും എന്നാൽ അഗാധവുമാണ്. നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ കാര്യങ്ങൾ നശിപ്പിക്കുകയും എന്നാൽ മുഖത്ത് നോക്കി വളരെ പ്രിയപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന സുഹൃത്തിനെ അല്ലെങ്കിൽ വ്യക്തിയെ നാം ഉപേക്ഷിക്കണം. കാരണം അവർ പാൽ നിറച്ചുവെച്ച ഒരു വിഷക്കുടം പോലെയാണ്. മുകളിൽ കാണുന്ന നന്മയ്ക്കുള്ളിൽ നമ്മുടെ നശിപ്പിക്കാനുള്ള മാരകമായ വിഷം അവർ ഒളിപ്പിച്ചുവെച്ചിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇത്തരം ആളുകൾ കടന്നുവന്നിട്ടുണ്ടാകും. നമ്മുടെ മുഖത്ത് നോക്കി നമ്മളാണ് ലോകത്തിലെ ഏറ്റവും നല്ല വ്യക്തിയെന്ന് അവർ പറയും. നമ്മുടെ കഴിവിനെ പുകഴ്ത്തും, നമ്മുടെ സൗന്ദര്യത്തെ വർണ്ണിക്കും, നമ്മുടെ ഓരോ ചെറിയ കാര്യങ്ങളിലും അതിയായ താൽപ്പര്യം കാണിക്കും. നമ്മൾ പൂർണ്ണമായും അവരെ വിശ്വസിക്കുന്ന ഒരു നിമിഷം വരും. നമ്മുടെ എല്ലാ രഹസ്യങ്ങളും, നമ്മുടെ സ്വപ്നങ്ങളും, നമ്മുടെ ബലഹീനതകളും നമ്മൾ അവരുമായി പങ്കുവയ്ക്കും. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് തിരശ്ശീലയ്ക്ക് പിന്നിൽ സംഭവിക്കുന്നത്? അവർ നമ്മുടെ വാക്കുകളെ മറ്റുള്ളവരുടെ മുന്നിൽ വളച്ചൊടിക്കുന്നു. നമ്മൾ അവരോട് മാത്രം പറഞ്ഞ രഹസ്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ തമാശകളാക്കി അവതരിപ്പിക്കുന്നു. നമ്മുടെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും അവർ രഹസ്യമായി പുച്ഛിക്കുകയും അത് തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഒരു പടി മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന അദൃശ്യമായ ഒരു ശക്തിയായി അവർ പ്രവർത്തിക്കുന്നു. ഇവരെ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ അഭിനയം അത്രയേറെ മികച്ചതായിരിക്കും. എന്നാൽ ചാണക്യൻ ചില സൂചനകൾ നൽകുന്നുണ്ട്. അമിതമായ പുകഴ്ത്തൽ. ഒരു കാരണവുമില്ലാതെ നിരന്തരം നിങ്ങളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നവരെ സൂക്ഷിക്കുക. സത്യസന്ധമായ അഭിനന്ദനങ്ങൾക്കും മുഖസ്തുതിക്കും തമ്മിൽ വലിയ അന്തരമുണ്ട്. പരദൂഷണം. നിങ്ങളുടെ അടുത്ത് മറ്റൊരാളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്ന ഒരാൾ തീർച്ചയായും മറ്റൊരാളുടെ അടുത്ത് നിങ്ങളെക്കുറിച്ചും മോശമായി സംസാരിക്കും. പ്രവൃത്തിയിലെ വൈരുദ്ധ്യം. വാക്കുകളിൽ അവർ നിങ്ങൾക്ക് വലിയ പിന്തുണ നൽകും, പക്ഷേ പ്രവൃത്തിയുടെ സമയത്ത് അവരെ കാണാനേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് എതിരായിരിക്കും. ഇത്തരക്കാരെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നത് വളരെ പ്രധാനമാണ്. കാരണം അവർ നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ ചോർത്തിയെടുക്കും, നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കും. നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും സംശയത്തിന്റെ വിത്തുകൾ പാകും. ഓർക്കുക, മധുരം പുരട്ടിയ വിഷം കയ്പുള്ള മരുന്നിനേക്കാൾ അപകടകരമാണ്. രണ്ടാമതായി, ദുഷ്ടസ്വഭാവമുള്ള പങ്കാളി. ചാണക്യൻ കുടുംബജീവിതത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ നീതിശാസ്ത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു വീടിന്റെ ഐശ്വര്യമെന്നത് അവിടെയുള്ള മനുഷ്യരുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അദ്ദേഹം പറയുന്നു, ദുഷ്ടാഭാര്യ ഷഠം മിത്രം ഭൃത്യശ്ചോത്തരദായകഃ സസർപ്പേച്ച ഗൃഹേ വാസോ മൃത്യുരേവന സംശയഃ. ഇതിനർത്ഥം, ദുഷ്ടയായ ഭാര്യ, വഞ്ചകനായ സുഹൃത്ത്, ധിക്കാരിയായ വേലക്കാരൻ, പാമ്പുള്ള വീട്ടിലെ താമസം, ഇതെല്ലാം മരണത്തിനു തുല്യമാണ്. ഒരു സംശയവും വേണ്ട. ഇവിടെ
ഭാര്യ എന്ന് പറഞ്ഞിരിക്കുന്നത് അന്നത്തെ സാമൂഹിക സാഹചര്യത്തിലാണ്. ഇന്നത്തെ കാലത്ത് നമുക്കിതിനെ പങ്കാളി എന്ന് പൊതുവായി കാണാം. അത് ഭർത്താവായാലും ഭാര്യയായാലും. എന്താണ് ഒരു ദുഷ്ടസ്വഭാവമുള്ള പങ്കാളിയുടെ ലക്ഷണങ്ങൾ? അനാദരവ്. നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ നിങ്ങളുടെ ജോലിയെയോ നിങ്ങളുടെ സ്വപ്നങ്ങളെയോ ബഹുമാനിക്കാത്ത ഒരാൾ. നിരന്തരം മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതിരിക്കുക. ഇത് സ്നേഹത്തിന്റെ ലക്ഷണമല്ല. സ്വാർത്ഥത. എല്ലാ കാര്യങ്ങളിലും സ്വന്തം ഇഷ്ടത്തിനും താൽപ്പര്യത്തിനും മാത്രം പ്രാധാന്യം നൽകുക. നിങ്ങളുടെ സന്തോഷത്തിനോ സങ്കടത്തിനോ ഒരു പരിഗണനയും നൽകാതിരിക്കുക. ഒരു ബന്ധമെന്നത് കൊടുക്കലും വാങ്ങലുമാണ്. എന്നാൽ ഇവിടെ ഒരാൾ വാങ്ങിക്കൊണ്ടേയിരിക്കും, മറ്റേയാൾ കൊടുത്തുകൊണ്ടേയിരിക്കും. ക്രൂരമായ വാക്കുകൾ. നാവിൽ നിന്ന് വരുന്ന വാക്കുകൾക്കൊരു വാളിനേക്കാൾ മൂർച്ചയുണ്ടെന്ന് ചാണക്യൻ പറയുമായിരുന്നു. മനസ്സിൽ മുറിവുണ്ടാക്കുന്ന, വേദനിപ്പിക്കുന്ന, ആത്മവിശ്വാസം തകർക്കുന്ന വാക്കുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപമായിരിക്കും. ആ മുറിവുകൾ കാലം മായ്ച്ചാലും അതിന്റെ പാടുകൾ എന്നും നിലനിൽക്കും. വിശ്വാസവഞ്ചന. വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിന്റെയും അടിസ്ഥാനം. ആ വിശ്വാസത്തെ തകർക്കുന്ന, നുണകൾ പറയുന്ന, കാര്യങ്ങൾ മറച്ചുവെക്കുന്ന ഒരാളോടൊപ്പം ജീവിക്കുന്നത് ഓരോ നിമിഷവും സംശയത്തിന്റെ മുൾമുനയിൽ ജീവിക്കുന്നതുപോലെയാണ്. ഇത്തരമൊരു പങ്കാളിയോടൊപ്പം ജീവിക്കുന്നത് ഓരോ ദിവസവും സ്വയം ഇല്ലാതാകുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ ഊർജ്ജം, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് പോലും അവർ നശിപ്പിക്കും. അതുകൊണ്ട് ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ സൗന്ദര്യത്തിനോ സമ്പത്തിനോ സ്ഥാനമാനങ്ങൾക്കോ ഉപരിയായി അവരുടെ സ്വഭാവത്തിന്, അവരുടെ ഗുണത്തിന് പ്രാധാന്യം നൽകുക. കാരണം നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് അവരുടെ കൂടെയാണ്, അവരുടെ ബാഹ്യമായ കാര്യങ്ങളുടെ കൂടെയല്ല. മൂന്നാമതായി, അങ്ങേയറ്റം ഭൗതികവാദിയായ വ്യക്തി അഥവാ അത്യാഗ്രഹി. പണം ജീവിതത്തിൽ അത്യാവശ്യമാണ്. എന്നാൽ പണം മാത്രമാണ് ജീവിതമെന്ന് ചിന്തിക്കുന്ന ഒരാളോടൊപ്പം ജീവിക്കുന്നത് അപകടകരമാണ്. ചാണക്യൻ പറയുന്നു, അത്യാഗ്രഹം എല്ലാ നാശത്തിന്റെയും മൂലകാരണമാണ്. അത്യാഗ്രഹിയായ ഒരു വ്യക്തിയുടെ കൂടെയുള്ള ജീവിതം എന്തുകൊണ്ട് നരകതുല്യമാകും? ബന്ധങ്ങൾക്ക് വിലയുണ്ടാകില്ല. അവരുടെ കണ്ണിൽ എല്ലാത്തിനും ഒരു വിലയുണ്ടാകും. സ്നേഹത്തിനും സൗഹൃദത്തിനും കുടുംബബന്ധങ്ങൾക്കും അവർ പണത്തിന്റെയോ സ്ഥാനമാനങ്ങളുടെയോ വിലയിടും. നിങ്ങൾക്കവരെക്കൊണ്ട് എന്തു പ്രയോജനമുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളോടുള്ള അവരുടെ പെരുമാറ്റം. ഒരിക്കലും സംതൃപ്തരാകില്ല. അവർക്ക് എത്ര കിട്ടിയാലും മതിയാകില്ല. പുതിയ കാർ, വലിയ വീട്, കൂടുതൽ ആഭരണങ്ങൾ, കൂടുതൽ പണം, അവരുടെ ആവശ്യങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല. ഈ ഓട്ടത്തിനിടയിൽ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കാനോ പങ്കാളിയോടൊപ്പം സമയം ചിലവഴിക്കാനോ അവർക്ക് കഴിയില്ല. നിങ്ങളുടെ ജീവിതം എപ്പോഴും ഒരു ഓട്ടപ്പന്തയം പോലെയായിരിക്കും. സമാധാനം നഷ്ടപ്പെടും. ഈ അടങ്ങാത്ത ആഗ്രഹം കാരണം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സമാധാനമുണ്ടാകില്ല. ആ അസമാധാനം അവർ നിങ്ങളുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരും. എപ്പോഴും മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുകയും ഇല്ലാത്തതിനെക്കുറിച്ച് വിലപിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കും. തെറ്റായ വഴികൾ തെരഞ്ഞെടുക്കാൻ മടിക്കില്ല. പണം സമ്പാദിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും അവർ തയ്യാറായേക്കാം. സത്യസന്ധമല്ലാത്ത വഴികൾ തെരഞ്ഞെടുക്കാനും മറ്റുള്ളവരെ ചതിക്കാനും അവർ മടിക്കില്ല. ഇത് നിങ്ങളെ കൂടി അപകടത്തിൽ ചാടിച്ചേക്കാം. ഒരു വ്യക്തിക്ക് ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകുന്നത് നല്ലതാണ്. എന്നാൽ ആ ആഗ്രഹങ്ങൾ അത്യാഗ്രഹമായി മാറുമ്പോൾ അത് ബന്ധങ്ങളെ കാർന്നു തിന്നാൻ തുടങ്ങും. സ്നേഹമാണോ പണമാണോ വലുത് എന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്ന് ചിന്തിക്കാതെ പണം തിരഞ്ഞെടുക്കുന്ന ഒരാളാണ് നിങ്ങളുടെ കൂടെയുള്ളതെങ്കിൽ ആ ബന്ധം പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നാലാമതായി, അജ്ഞാനിയായ മൂർഖനായ വ്യക്തി. ചാണക്യൻ ഏറ്റവും കൂടുതൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് മൂർഖന്മാരുമായി ഇടപഴകുന്നതിനെക്കുറിച്ചാണ്. അദ്ദേഹം പറയുന്നു, മൂർഖശിഷ്യോപദേശേന ദുഷ്ടസ്ത്രൈ ഭരണേന ച ദുഃഖിദേഹ് സംപ്രയോഗേന പണ്ഡിതോപ്യവസീദതി. ഇതിനർത്ഥം ഒരു മൂർഖനായ ശിഷ്യനെ ഉപദേശിക്കുന്നതിലൂടെയും ദുഷ്ടയായ സ്ത്രീയെ സംരക്ഷിക്കുന്നതിലൂടെയും ദുഃഖിതരുമായി നിരന്തരം ഇടപഴകുന്നതിലൂടെയും ഒരു പണ്ഡിതൻ പോലും ദുഃഖിതനായി തീരും. ഇവിടെ മൂർഖൻ അല്ലെങ്കിൽ അജ്ഞാനി എന്നു പറയുന്നത് വിദ്യാഭ്യാസമില്ലാത്ത ഒരാളെയല്ല. എത്ര വലിയ ഡിഗ്രികളുണ്ടായാലും വിവരവും വിവേകവും തിരിച്ചറിവുമില്ലാത്തവരാണ് യഥാർത്ഥ മൂർഖന്മാർ. അത്തരം ആളുകളുമായി ഒരു ജീവിതം പങ്കുവയ്ക്കുന്നത് എന്തുകൊണ്ടാണ് അപകടകരമാകുന്നത്? തെറ്റുകളിൽ നിന്ന് പഠിക്കില്ല. അവരെപ്പോഴും ഒരേ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം തനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കാനോ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാനോ അവരുടെ അഹംഭാവം അവരെ അനുവദിക്കില്ല. നിങ്ങൾ എത്രയൊക്കെ ഉപദേശിച്ചാലും അവർ കേൾക്കാൻ തയ്യാറാകില്ല. യുക്തിയില്ലാത്ത പെരുമാറ്റം. അവരുടെ തീരുമാനങ്ങളും പ്രവൃത്തികളും പലപ്പോഴും വികാരങ്ങൾ കടിവപ്പെട്ടായിരിക്കും.
ദീർഘവീക്ഷണമോ കാര്യങ്ങളെ ശരിയായി അപഗ്രഥിക്കാനുള്ള കഴിവോ അവർക്കുണ്ടാകില്ല. ഇത് കുടുംബത്തിന്റെ ഭാവിയെ തന്നെ അപകടത്തിലാക്കിയേക്കാം. വളർച്ചയെ തടയും. നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ ജീവിതത്തിൽ മുന്നേറാനോ ശ്രമിക്കുമ്പോൾ അവർ നിങ്ങളെ പരിഹസിക്കുകയും പിന്നോട്ടു വലിക്കുകയും ചെയ്യും. കാരണം നിങ്ങളുടെ വളർച്ച അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതവരിൽ അരക്ഷിതാവസ്ഥയുണ്ടാക്കും. സംവാദങ്ങൾ അസാധ്യമാകും. അവരുമായി ഒരു ആരോഗ്യകരമായ ഒരു ചർച്ച അസാധ്യമായിരിക്കും. അവരെപ്പോഴും തങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന് വാദിക്കും. വസ്തുതകൾ നിരത്തിയാലും അവർ അത് അംഗീകരിക്കാൻ തയ്യാറാകില്ല. ഇത് ബന്ധങ്ങളിൽ നിരന്തരമായ കലഹങ്ങൾക്ക് കാരണമാകും. ഒരു വിവേകമില്ലാത്ത വ്യക്തിയുടെ കൂടെ ജീവിക്കുന്നത് കൊടുങ്കാറ്റിൽ ദിശാബോധമില്ലാതെ ഒരു കപ്പൽ യാത്ര ചെയ്യുന്നതുപോലെയാണ്. എപ്പോൾ വേണമെങ്കിലും ആ ജീവിതം തകർന്നടിയാം. അതുകൊണ്ട് അറിവും വിവേകവുമുള്ള, തെറ്റുകൾ അംഗീകരിക്കാനും തിരുത്താനും മനസ്സുള്ള ഒരാളെ പങ്കാളിയായി തിരഞ്ഞെടുക്കുക. അഞ്ചാമതായി, കുടുംബത്തെയും പാരമ്പര്യത്തെയും ബഹുമാനിക്കാത്തവർ. വേരുകളില്ലാത്ത ഒരു മരത്തിന് അധികകാലം നിലനിൽക്കാൻ കഴിയില്ല. അതുപോലെയാണ് മനുഷ്യരും. സ്വന്തം മാതാപിതാക്കളെയും കുടുംബത്തെയും പാരമ്പര്യത്തെയും ബഹുമാനിക്കാത്ത ഒരാൾക്ക് മറ്റൊരാളുടെ കുടുംബത്തെയോ ബന്ധങ്ങളെയോ ബഹുമാനിക്കാൻ കഴിയില്ലെന്ന് ചാണക്യൻ വിശ്വസിച്ചു. എന്തുകൊണ്ടാണ് ഇത് അപകടകരമാകുന്നത്? നന്ദിയില്ലാത്ത സ്വഭാവം. തന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട് സ്നേഹമോ കടപ്പാടോ ഇല്ലാത്ത ഒരാൾക്ക് പങ്കാളിയോട് എങ്ങനെ പൂർണ്ണമായും സ്നേഹവും കടപ്പാടും കാണിക്കാൻ കഴിയും? പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ നിങ്ങളെ കൈവിട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേരുകളില്ലായ്മ. കുടുംബം നമുക്ക് നൽകുന്നത് സ്നേഹം മാത്രമല്ല, മൂല്യങ്ങളും കൂടിയാണ്. ആ മൂല്യങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന ഒരാൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് കുറവായിരിക്കും. അവർക്ക് എളുപ്പത്തിൽ വഴിതെറ്റിപ്പോകാം. ബന്ധങ്ങളെ വിലമതിക്കില്ല. കുടുംബബന്ധങ്ങളുടെ വിലയറിയാത്ത ഒരാൾ വിവാഹബന്ധത്തെയും ഒരു താൽക്കാലിക ഏർപ്പാടായി കണ്ടേക്കാം. പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനു പകരം ബന്ധം ഉപേക്ഷിച്ചു പോകാൻ അവർക്ക് എളുപ്പമായിരിക്കും. ഒരാൾ അവരുടെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും എങ്ങനെ പെരുമാറുന്നു എന്ന് നിരീക്ഷിക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം വേരുകളെ ബഹുമാനിക്കുന്ന ഒരാൾക്കേ പുതിയൊരു ബന്ധം ആരോഗ്യകരമായി വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കൂ. ആറാമതായി, എപ്പോഴും പരാതി പറയുകയും നിഷേധാത്മകത മാത്രം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവർ. ചില മനുഷ്യരുണ്ട്, അവരുടെ അടുത്തിരുന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ഊർജ്ജം മുഴുവൻ ചോർന്നു പോകുന്നതുപോലെ തോന്നും. അവരെപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കും. ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും അവർ ഒരു കുറ്റം കണ്ടെത്തും. വെയിലിന് ചൂട് കൂടുതൽ, മഴ പെയ്യുന്നു, ജോലിസ്ഥലത്ത് പ്രശ്നം, വീട്ടിൽ സമാധാനമില്ല. അവരുടെ പരാതികളുടെ പട്ടിക ഒരിക്കലും അവസാനിക്കില്ല. ഇത്തരം നിഷേധാത്മക ചിന്താഗതിയുള്ള നെഗറ്റീവ് മൈൻഡ്സെറ്റ് ഒരാളോടൊപ്പം ജീവിക്കുന്നത് ഒരു ഇരുട്ടുമുറിയിൽ അടക്കപ്പെട്ടതുപോലെയാണ്. നിങ്ങളുടെ ഊർജ്ജം നശിപ്പിക്കും. അവരുടെ നിരന്തരമായ പരാതികളും നിരാശയും നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ഊർജ്ജം ഇല്ലാതാക്കും. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ കാണാനോ സന്തോഷിക്കാനോ നിങ്ങൾക്കും കഴിയാതെ വരും. സ്വപ്നങ്ങളെ കൊല്ലും. നിങ്ങളൊരു പുതിയ കാര്യത്തെക്കുറിച്ച് ആവേശത്തോടെ സംസാരിക്കുമ്പോൾ അവർ അതിലെ 100 കൂട്ടം പ്രശ്നങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ ആവേശത്തെ കെടുത്തും. ഇതൊന്നും നടക്കില്ല, ഇതിനെക്കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന മനോഭാവത്തിലൂടെ അവർ നിങ്ങളുടെ സ്വപ്നങ്ങളെ മുളയിലേ നുള്ളിക്കളയും. നിങ്ങളെയും നിഷേധാത്മകമാക്കും. നിഷേധാത്മകത ഒരു പകർച്ചവ്യാധി പോലെയാണ്. കാലക്രമേണ നിങ്ങളും അവരെപ്പോലെ എല്ലാത്തിലും കുറ്റം കണ്ടെത്താനും ജീവിതത്തെക്കുറിച്ച് പരാതിപ്പെടാനും തുടങ്ങും. പ്രശ്നങ്ങളെ പെരുപ്പിച്ചു കാണിക്കും. ജീവിതത്തിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെപ്പോലും അവരൊരു ദുരന്തമായി അവതരിപ്പിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനം പൂർണ്ണമായും ഇല്ലാതാക്കും. പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്തും നല്ലൊരു ഭാവിയെക്കുറിച്ചുള്ള ശുഭാപ്തിവിശ്വാസവുമുള്ള ഒരാളുടെ കൂടെ ജീവിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. എപ്പോഴും ഇരുട്ടിനെ പഴിക്കുന്ന ഒരാളെയല്ല, ഒരു ചെറിയ മെഴുകുതിരിയെങ്കിലും കത്തിക്കാൻ ശ്രമിക്കുന്ന ഒരാളെയാണ് നമ്മൾ കൂടെ കൂട്ടേണ്ടത്. ഏഴാമതായി, അതിയായ സൗന്ദര്യമുള്ള എന്നാൽ ശൂന്യമായ ഹൃദയവും മനസ്സുമുള്ളവർ. സൗന്ദര്യം ആരെയും ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. എന്നാൽ ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു, ബാഹ്യമായ സൗന്ദര്യത്തിൽ മാത്രം മയങ്ങിപ്പോകരുത് എന്ന്. അദ്ദേഹം പറയുന്നു, രൂപയൗവന സമ്പന്ന വിശാലകുല സംഭവാഹ വിദ്യാഹീനാന ശോഭന്തേ നിർഗന്ധ ഇവ കിംശുഗാഹ. ഇതിനർത്ഥം രൂപത്തിലും യൗവനത്തിലും സമ്പന്നരാണെങ്കിലും ഉയർന്ന കുലത്തിൽ ജനിച്ചവരാണെങ്കിലും വിദ്യയില്ലാത്തവർ ശോഭിക്കുകയില്ല. അവർ സുഗന്ധമില്ലാത്ത പ്ലാഷിൻ പൂവ് പോലെയാണ്. കാണാൻ വളരെ മനോഹരമായിരിക്കും, ചുവന്നു തുടുത്തിരിക്കും, എന്നാൽ അതിന് സുഗന്ധമുണ്ടായിരിക്കുകയില്ല. ഇവിടെ വിദ്യ എന്ന് പറയുന്നത് കേവലം അക്ഷരാഭ്യാസമല്ല, മറിച്ച് വിവേകം, അറിവ്, നല്ല ചിന്തകൾ, ദയ, സ്നേഹം തുടങ്ങിയ ആന്തരിക ഗുണങ്ങളാണ്. ബാഹ്യസൗന്ദര്യത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന ഒരാളുമായുള്ള ജീവിതം എന്തുകൊണ്ട് ദുരിതപൂർണമാകും? അഹംഭാവം,
താൻ മറ്റുള്ളവരെക്കാൾ സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് എന്ന ചിന്ത അവരിൽ വലിയ അഹംഭാവമുണ്ടാക്കിയേക്കാം. അവർ മറ്റുള്ളവരെ പുച്ഛത്തോടെ കാണാനും തനിക്കെന്തുമാകാമെന്ന മനോഭാവത്തോടെ പെരുമാറാനും സാധ്യതയുണ്ട്. ആഴമില്ലായ്മ. ജീവിതത്തിലെ ഗൗരവമേറിയ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനോ ഒരു പ്രതിസന്ധിഘട്ടത്തിൽ ബുദ്ധിപരമായ ഒരു ഉപദേശം നൽകാനോ അവർക്ക് കഴിഞ്ഞെന്നു വരില്ല. അവരുടെ ലോകം പലപ്പോഴും ഉപരിപ്ലവമായ കാര്യങ്ങളിൽ ഒതുങ്ങിപ്പോകും. അസ്ഥിരമായ ബന്ധങ്ങൾ. സൗന്ദര്യം കാലം കഴിയുന്തോറും മങ്ങിപ്പോകും. സൗന്ദര്യത്തിൽ മാത്രം പടുത്തുയർത്തിയ ഒരു ബന്ധത്തിന് ആയുസ്സ് കുറവായിരിക്കും. കാരണം അടിസ്ഥാനം ഉറപ്പില്ലാത്തതാണ്. ആന്തരിക ഗുണങ്ങൾക്ക് വില കൽപ്പിക്കുകയില്ല. അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ സ്വഭാവം കൊണ്ടായിരിക്കില്ല, മറിച്ച് നിങ്ങളുടെ ബാഹ്യമായ രൂപമോ സ്ഥാനമോ പണമോ കൊണ്ടായിരിക്കാം. ഇതിലേതെങ്കിലുമൊന്ന് നഷ്ടപ്പെട്ടാൽ അവരുടെ സ്നേഹവും ഇല്ലാതായേക്കാം. സൗന്ദര്യം ഒരു അനുഗ്രഹമാണ്, പക്ഷേ അത് നല്ല ഗുണങ്ങളോടും വിവേകത്തോടും ചേരുമ്പോൾ മാത്രമേ പൂർണ്ണമാകൂ. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ മുഖസൗന്ദര്യത്തിൽ മയങ്ങുന്നതിനു മുൻപ് അവരുടെ മനസ്സിന്റെ സൗന്ദര്യം എത്രത്തോളമുണ്ടെന്ന് തീർച്ചയായും മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്രിയ സുഹൃത്തുക്കളെ, ആചാര്യ ചാണക്യൻ പറഞ്ഞ ഈ 7 തരം മനുഷ്യരെയും നമ്മളിന്ന് പരിചയപ്പെട്ടു. മുഖസ്തുതി പറയുന്ന കപട സുഹൃത്ത്, ദുഷ്ടസ്വഭാവമുള്ള പങ്കാളി, അത്യാഗ്രഹിയായ വ്യക്തി, വിവേകമില്ലാത്ത മൂർഖൻ, കുടുംബത്തെ ബഹുമാനിക്കാത്തയാൾ, എപ്പോഴും നിഷേധാത്മകത പറയുന്നയാൾ, ഗുണമില്ലാത്ത സൗന്ദര്യമുള്ളയാൾ. ഇവരെ തിരിച്ചറിയുക എന്നത് നമ്മുടെ ജീവിതത്തിലെ സമാധാനത്തിനും സന്തോഷത്തിനും അത്യന്താപേക്ഷിതമാണ്. ഓർക്കുക, തെറ്റായ ഒരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടത്തിവിടുന്നത് നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് വിഷച്ചെടികൾ നടുന്നതിന് തുല്യമാണ്. അത് നമ്മുടെ ജീവിതത്തിലെ നല്ല ചെടികളെ കൂടി നശിപ്പിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ഒന്ന് നിരീക്ഷിക്കുക. നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കുന്നവരാണോ അതോ ചോർത്തിക്കളയുന്നവരാണോ നിങ്ങളുടെ കൂടെയുള്ളത്? നിങ്ങളെ വളർത്തുന്നവരാണോ അതോ തളർത്തുന്നവരാണോ? ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുക, ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമാണ്. ആ നിക്ഷേപം വളരെ ശ്രദ്ധയോടെ നടത്തുക. ചാണക്യന്റെ ഈ വാക്കുകൾ ഒരു വഴികാട്ടിയായി എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാണ്. ആരുടെയെങ്കിലും സ്വാർത്ഥതയ്ക്കോ അറിവില്ലായ്മയ്ക്കോ വേണ്ടി അത് ഹോമിക്കാനുള്ളതല്ല. ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുക. സന്തോഷത്തോടെ, സമാധാനത്തോടെ, അന്തസ്സോടെ ജീവിക്കുക. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.